भक्तताप विध्वंसनादिकरुणामृतवर्षलोला श्रीलापदानपरिपावितजीवजाला श्रीपद्मनाभ भवता तव सुप्रभातम्. എൻ്റെ പേര് തൊടി രാമകൃഷ്ണൻ സദാശിവൻ എന്നാണ്. നാട് വന്ന് കർണാടകത്തിലെ കൊക്കട ഗ്രാമം എന്ന് പറയും. അത് സുബ്രഹ്മണ്യം പേര് കേട്ട കുക്കെ സുബ്രഹ്മണ്യം മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ധർമ്മസ്ഥലം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു കുഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിലെ 10 ഇല്ലത്തിലുള്ള ആളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ പേര് രാമകൃഷ്ണൻ, തൊടി രാമകൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മോനാണ് ഞാൻ. ഇവിടെ വരാൻ കാരണം അന്ന് എൻ്റെ ചിത്തപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലാതെ എൻ്റെ അമ്മയുടെ സഹോദരൻ മാമനും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ നമ്മുടെ അവകാശമായതുകൊണ്ട് അന്ന് ഇവിടെ വന്ന് ചേർന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാനെ പ്രധാനം പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം ആണ് പ്രധാന നൈവേദ്യം, ഭഗവാന് ഇഷ്ടമായ നൈവേദ്യം. അത് സാധാരണ ഇപ്പോൾ കവർ പാൽ, മുമ്പ് പശുപാൽ കൊണ്ടുവന്ന് കാലത്തെ 3 മണി തൊട്ട് വാർപ്പിൽ ഇട്ട് ഒഴിച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കുറുക്കി നല്ല പഴുമമാക്കി പഞ്ചസാരയിട്ട് അരിയും ഇട്ട് നല്ലവണ്ണം ഇളക്കി നല്ല പാവം വരുത്തി നല്ല കളർ വരുന്നവരെ തിളപ്പിച്ച് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു നിവേദ്യമാണ്. അതിന് ഭഗവാന് മംഗല്യം എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ മുളയും കാതും വെച്ച് കെട്ടി 2 പേരിങ്ങനെ തൂക്കി അത്രയും മണ്ഡപത്തിൽ കൊണ്ടുപോയിച്ച് ഭഗവാനെ സമർപ്പിക്കുന്നതാണ്. ഭഗവാൻ വിഷ്ണു പൊതുവെ അലങ്കാരപ്രിയനാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് എത്ര അലങ്കരിച്ചാലും പോരാ. നമുക്ക് തൃപ്തിയോളം അലങ്കരിക്കാൻ ഇവിടെ പൂവും ആവശ്യം പോലെ വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തരുന്നുണ്ട്. അല്ലാതെ പുറമേ നാട്ടുകാരും നല്ല കച്ചപ്പുരം ഇതെല്ലാം കെട്ടി കൊണ്ടുവരാറുണ്ടായിരുന്നു. അത് ചാർത്താൻ നമുക്കൊരു പ്രത്യേകം ഒരു സന്തോഷമായിരുന്നു. അത് പോരാത്തതിന് ഭഗവാന്റെ പലതരത്തിലുള്ള ഉരുപ്പടികളുണ്ട്. ജവന്തിമാല, എരുക്കുമാല, അവൽ മാല എന്ന് പറയും, അവൽ ചര എന്ന് പറയും, ശരപ്പളി മാല എന്നും പറയുന്നത്. ഇതെല്ലാം ഭഗവാന് ഇഷ്ടം പോലെ ചാർത്താനുള്ള സാധനങ്ങളുമുണ്ട്. പിന്നെ കല്ല് വെച്ച കിരീടം, ഇതെല്ലാം ചാർത്താനുള്ള ഇതുണ്ട്. അതെല്ലാം ഭഗവാന് വളരെ ഇഷ്ടമാണ്. അത് നമ്മൾ ചാർത്തിയിട്ടുണ്ട്. ഇത് വന്ന് 16,000 ശാലിഗ്രാമം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് പലതരം ശാലിഗ്രാമങ്ങളുണ്ട്. ഇത് അന്ന് രാജാക്കന്മാരുടെ ഭരണകാലത്തിൽ നേപ്പാളിൽ നിന്ന് ഗണ്ഡക നദിയിലാണ് ഈ ശാലിഗ്രാമങ്ങൾ കിട്ടുന്നത്. ഇതൊരു ജീവിയാണ്, ശംഖ് പോലെ. അത് തുളസി മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അത് ഗണ്ഡകി നദിയിൽ കുറേ കിലോമീറ്ററിൽ മാത്രമേ അത് കാണുകയുള്ളൂ. ആ സ്ഥലത്ത് ഇപ്പോഴും
അവിടുത്തെ ഗവൺമെൻറ് ഗാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ശാലഗ്രാമത്തിൽ പലതും ഉണ്ട്. സുദർശന ശാലിഗ്രാമം, നരസിംഹ ശാലിഗ്രാമം, അതെല്ലാം പരിശോധിച്ച് നോക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ഈ ശങ്കിൽ ഇടമുറി വലമുറി എന്നിരുന്നത് പോലെ പല രീതിയിലുള്ള ഇതുണ്ട്. നമുക്ക് കൊണ്ടുവരാൻ ഒക്കില്ല. പിന്നെ ഈ വെള്ളത്തിൽ അതിൻ്റെ ഇത് ജീവി മരിച്ച പിന്നീട് ഒഴുക്കിൽ പോയതൊക്കെയാണ് വല്ല നദിയിൽ താഴോട്ട് പോകുമ്പോൾ ചിലത് കിട്ടുന്ന കൊണ്ടുവരാറുണ്ട്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണ്. അതിന് അന്നത്തെ രാജാക്കന്മാർ ഇവിടത്തേക്ക് ഇഷ്ടം പോലെ ആനയുടെ പുറത്താണ് കൊടുത്തയച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിനെ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി, സാധാരണ കല്ല് അടുക്കുന്ന പോലെ ഈ ഭഗവാന്റെ രൂപത്തിൽ അടുക്കി അന്നത്തെ ശില്പി അടുക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഈ കടുക് ശർക്കര എന്ന് പറയുന്ന ഒരു പാകത്തിൻ്റെ ലേപം ആക്കിയിട്ടാണ് ഈ ഭഗവാന്റെ രൂപം ആക്കി വെച്ചത്. അതുപോലെ തന്നെ അനന്തനെയും ഈ ഇതുകൊണ്ട് തന്നെ ലേപം കൊണ്ടാണ് പൂശി തയ്യാറാക്കിയത്. അത് സ്വർണം, അതിന് മുകളിലേക്ക് ഈ സ്വർണം തകടും വജ്രങ്ങളും പതക്കങ്ങളും അത് ഇതൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. കൈത്തള, കാൽത്തള, പീതാംബരം ഉടുത്തതുപോലെ അത് തന്നെ 40 കിലോ ഉണ്ട് പീതാംബരം മാത്രം. പിന്നെ കിരീടം, ഇതെല്ലാം നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഫിറ്റ് ചെയ്തതാണ്. അല്ലാതെ കടുക് ശർക്കര ഇതിൻ്റെ പുറത്ത് ലേപ്പിച്ചതല്ല, സ്വർണം അതിൻ്റെ പുറത്ത് പതിച്ചതാണ്. കടുക് ശർക്കര യോഗം എന്ന് പറയുന്നത് ഈ സ്വർണം, വെള്ളി, ശംഖ്, പിന്നെ പരുത്തി, ഇതുപോലെ ആയുർവേദ വേരുകൾ ഇതെല്ലാം ചേർത്ത് അരച്ച് കുഴച്ച് ഉണ്ടാക്കുന്ന ഒരു പാകമാണ് കടുക് ശർക്കര പാകം എന്ന് പറയുന്നത്. അഷ്ടബന്ധത്തിന് ഉപയോഗിക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അഷ്ടബന്ധം. ഇത് കടുക് ശർക്കര എന്ന് പറയുന്ന സാധനം. ഇത് കുറേ കാലമാകുമ്പോഴും ചെറിയ പിള്ളലുകൾക്ക് വരാൻ സാധ്യതയുണ്ട്, വന്നിട്ടുമുണ്ട്. അതിനെ പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിനെ പുറത്ത് പൂശലും ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ അവിടെ ശുചീന്ദ്രത്തിൽ നിന്ന് വന്ന 2 നമ്പൂതിരിമാർ അതിനെ ഈ കേടുപാടുകൾ തീർത്ത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ണാരെ കണ്ടതാണ്. വേറെ പറയത്തക്ക പറഞ്ഞ യാതൊന്നും ഭഗവാന്റെ വിഗ്രഹത്തിൽ കേടുപാടുകളൊന്നും ഇല്ല. ഈ കടുക് ശർക്കര എന്ന് പറയുന്നത് അതിൻ്റെ നിറം കറുപ്പാണ്. പിന്നെ ഈ ദീപാരാധന രാത്രിയും പകലും അപ്പോഴപ്പോഴും ദീപാരാധന അവിടെ വിളക്ക് കത്തിച്ചതിൻ്റെ പുകയും പിടിച്ചും സകല കത്തിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ വേറെ അതിനെ പ്രത്യേകിച്ച് ഇത് ഭഗവാന് പൂജിച്ച ദിവാകര മഹർഷി എന്ന് പറയുന്ന ഒരു വ്യക്തി ഋഷിയാണ് പൂജിച്ചുകൊണ്ടിരുന്നത് ഭഗവാനെ. പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കുട്ടിയായിട്ട് ഭഗവാൻ ഇദ്ദേഹത്തിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ശല്യം ചെയ്തപ്പോൾ ഇടത്തെ കൈ കൊണ്ട് പോ ഉണ്ണി എന്ന് പറഞ്ഞ് കയ്യിൽ ഭഗവാനെ തട്ടി കൊടുത്തു. അപ്പോൾ ഭഗവാൻ ദ്വേഷം വന്ന് അവിടെ നിന്ന് വന്നതാണെന്നാണ് ഇതിഹാസം. അദ്ദേഹം വന്ന് ഇവിടെ അനന്തകാടിൽ വന്ന് 18 മൈൽ ദൂരത്തിൽ അങ്ങനെ ശയിക്കുകയായിരുന്നു. ഇത് കണ്ട് സങ്കടം കൊണ്ട് മഹർഷി അദ്ദേഹത്തിനെ അന്വേഷിച്ച് വന്നപ്പോൾ അനന്തകാടിൽ കാണുകയും അവിടെ വെച്ച് ഭഗവാനെ കണ്ട് തൊഴുത് ഭഗവാനെ അപ്പോൾ നിവേദിക്കാൻ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഒരു മാങ്ങ എടുത്ത് ചിരട്ട കൊണ്ട് വെള്ളം എടുത്ത് അങ്ങനെ ഭഗവാനെ നിവേദിക്കുകയും അത് കഴിഞ്ഞും ഭഗവാന്റെ അടുത്ത് പറയും, ഇത്രയും നിന്നെ ഇതായിട്ടുള്ള എനിക്ക് നിന്നെ നേരെ കാണാൻ വയ്യ ഇങ്ങനെ ഇരിക്കുന്ന നിന്നെ സാധാരണ ഒരു ഭക്തൻ എങ്ങനെ കാണും എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും,
നിൻ്റെ കയ്യിലുള്ള ദണ്ട്, സ്വാമിയാരുടെ കയ്യിലുള്ള ദണ്ടിന് 6 അടിയാണ് നീളം. ആ ദണ്ട് കൊണ്ട് 3ആയിട്ട് അളക്കാൻ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഞാൻ ചുരുങ്ങി കിടന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഭഗവാൻ 18 അടിയായിട്ട് ചുരുങ്ങിക്കിടന്നത്. ഭഗവാന്റെ പാദമാണ് തൃപ്പാദപുരം, ഉടൽ വന്ന് അനന്തപുരം, തിരുവല്ലം വന്ന് ശിരസും. അത് അവിടേക്ക് ഇപ്പോഴും ആ 18 മൈൽ ദൂരമുണ്ട്. അനന്തങ്കാട് ഉടൽ, തൃപ്പാദപുരം പാദം, തിരുവല്ലം ശിരസ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് മറ്റൊരു മാസം കൂടി കടന്നു വരുന്ന ആ ഒരു ശുഭദിനമാണ്. നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര്, നാള്, വിവരങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതായത് ഏകദേശം 7ഓളം നക്ഷത്രക്കാർക്ക് രാജയോഗ സമയമായിട്ടുള്ള സമയമെന്ന് പറയാം. അതിന്റെ അർത്ഥം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും കാര്യവിജയവും നേട്ടങ്ങളും, സാമ്പത്തികമായിട്ടായാലും ജീവിതപരമായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് 7 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന 7 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സകല നേട്ടങ്ങളുടെയും ഒരു സമയമെന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം. സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന്, വിവാഹം നടക്കുന്നതിന്, ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വിജയങ്ങൾ നേടുവാനും ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങൾ ആക്കി മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. തൊടുന്നത് എല്ലാം പൊന്നാകുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം. വിദേശവാസത്തിന് യോഗമൊക്കെ കാണുന്നുണ്ട്. പഠനരംഗത്തുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാനും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാൻ സാധ്യതയും തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപരിപഠനത്തിന് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ലഭിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. സുഹൃത്തുക്കൾ വഴി ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലം കടന്നു വരാൻ പോകുന്നത്. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും വർഷം മുഴുവൻ നിലനിൽക്കാൻ ഒക്കെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യത്തിന്റെ സമയം തന്നെയാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായിട്ട് വലിയ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാവിജയം ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വിജയം കരസ്ഥമാക്കാനും വിദ്യാരംഗത്ത്, പഠനരംഗത്ത് ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങളാണ് തേടി വരാൻ പോകുന്നത്. തൊഴിലിടത്തിലൊക്കെ അവരുടെ സ്വന്തം മികവിലൂടെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും മറ്റുള്ളവരുടെ അഭിനന്ദനവും ഒക്കെ നേടുവാനുള്ള ഒരു സമയമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലാഭവിഹിതങ്ങൾ കൂടുന്നതിന്റെ ഒരു സമയമാണ്. ലാഭമൊക്കെ ഇരട്ടിക്കാനും സാമ്പത്തികമായിട്ട് ഒരുപാട് യോഗം കൈവരാനുമുള്ള സമയം കൂടിയാണ് പൂരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം. വീട്ടിൽ ഏതെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ച നേടാൻ പോകുന്ന, ഒരുപാട് അഭിനന്ദനം, ഒരുപാട് തരത്തിലുള്ള പ്രശംസയൊക്കെ പിടിച്ചുപറ്റാൻ പോകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടത്തിന്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷം വർദ്ധിക്കാനും ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പുത്രനോ പുത്രിയോ ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുത്രനെയോർത്ത് അഭിമാനിക്കാൻ ഒക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. ധനപരമായിട്ട് ഉയർച്ച വരുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം
നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് ലഭിക്കാനായിട്ട് ആഗ്രഹ സഫലീകരണത്തിനുള്ള നാളാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയം, ആയുരാരോഗ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ വിജയങ്ങളായി തീരുവാൻ, അതിന്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പുകളൊക്കെ ഏറ്റവും സുഗമമാകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. വീട്, കാർ, ഭൂമി വാങ്ങാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. മഹാവിഷ്ണു ഭഗവാനെയാണ് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത്. ഭരണി നക്ഷത്രം പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതി ഭഗവാനെയാണ്. അതുപോലെ പൂരം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞിരുന്നു, അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ശ്രേഷ്ഠമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സമ്പത്ത് കൈവരാൻ പോകുന്ന ഒരു സമയം, രാജയോഗ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആയിരിക്കും അവരുടെ ജീവിതം പോകാൻ പോകുന്നത്. എന്തും മുന്നിലെത്തുന്ന ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് ധനയോഗം വന്നു ചേരാനുള്ള ഒരു വഴിയുണ്ട്. അതുകൊണ്ട് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ധനവരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രവും ഈ നക്ഷത്രമാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയമായിരുന്നു. അതെല്ലാം തീർന്ന് ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു ജീവിതം കൈവരുന്ന സമയമായിരിക്കും ഇത്. ആദ്യത്തെ 4 മാസക്കാലം ചിത്തിരക്കാർ ഒരുവിധം ഭേദപ്പെട്ട ദിവസങ്ങൾ ആയിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചിത്തിരക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ധനപരമായിട്ടായാലും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ദീപാരാധന നടത്തുന്നത്, ജലധാര നടത്തുന്നത്, ഇതൊക്കെ സർവ ഐശ്വര്യദായകമാണ്. ഈ ഒരു ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാ നേട്ടങ്ങളും തുടർന്ന് ഉണ്ടാകാനായിട്ട് തീർച്ചയായും ശിവനെ കൂടുതലായിട്ട് ഭജിക്കുക എന്നുള്ളതാണ്. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് പറയാം. കല, ബിസിനസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മികച്ച തുടക്കം ലഭിക്കുവാനും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാനും ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെ കഴിയാൻ പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ വന്നു ചേരാനും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള സമയമാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യുക, അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നൊക്കെയുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാകുന്ന ഏറ്റവും നല്ല കാര്യം. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും ഇരട്ടിയാക്കുന്ന ഒരു സമയമാണിത്. 8ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമി, വീട്, വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥിരമായിട്ട് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുവാനും ഒക്കെയുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയും തൊഴിലിലൂടെ വലിയ സമ്പദ് വ്യവസ്ഥ ഉയരാനുള്ള ഒരു സമയം കൂടിയാണിത്. പൂരാടത്തെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ഈ ഒരു ഉയർച്ച തന്നെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് രാജയോഗ്യരാക്കി മാറ്റുന്നത്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും രോഹിണി, പൂരം, ഭരണി, വിശാഖം, പൂയം, ചിത്തിര, അനിഴം, പൂരാടം ഏകദേശം 8ഓളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതോടുകൂടി രാജയോഗ സമയമായിട്ടുള്ള സമയം എന്ന് തന്നെ ഞാൻ അടിയുറച്ചു പറയുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള ഫലങ്ങൾ വരും. അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരും. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന് നരസിംഹമൂർത്തി എന്ന് പറയുന്നത് ഉഗ്ര നരസിംഹനാണ് യഥാർത്ഥത്തിൽ. അതാണ് അവിടെ എപ്പോഴും നട ഇപ്പോഴേ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല.
നട തുറന്നിരുന്ന സമയത്ത് എപ്പോഴും രാമായണം വായിച്ചുകൊണ്ടേയിരിക്കണം. അതന്ന് ഉണ്ടായിരുന്നു. ഇപ്പോഴും ശാസ്ത്രത്തിന് ഉണ്ട്, എപ്പോഴും വായിക്കണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നട തുറന്നിരിക്കുമ്പോൾ എപ്പോഴും രാമായണം വായിച്ചുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞാൽ നൈവേദ്യ സമയത്ത് മാത്രം നിർത്തും. ബാക്കി സമയത്ത് അർദ്ധജാമം കഴിയുന്നവരെ അവിടെ വായിച്ചുകൊണ്ടേയിരിക്കണം. അത് ഉഗ്ര നരസിംഹൻ്റെ ഒരു ഉഗ്രം കുറയ്ക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ പത്മനാഭസ്വാമിക്ക് പോണ നൈവേദ്യങ്ങളെല്ലാം കണ്ട് നോക്കി അങ്ങോട്ട് അയക്കുകയാണെന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിനുണ്ട്. നരസിംഹന് പാനകമാണ്, നരസിംഹനാണ് പ്രാധാന്യം. പാനകം അത് ഭഗവാൻ ഇത്തിരി കടുത്ത ആളായതുകൊണ്ട് അതും കുറച്ച് ഇഞ്ചിയും ചുക്കുപ്പൊടിയും കുരുമുളകും ഏലയ്ക്കും ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്നത് അതാണ്. ഭഗവാനെ തൊഴാനുള്ള ഒരു ശ്ലോകമുണ്ട്. ലാസ്റ്റിലാണ് ഭഗവാനെ തൊഴണമെന്നാണ് പറയുന്നത്. അതെ, നരസിംഹമൂർത്തിയല്ല, ഗണപതിയെ, ചുറ്റമ്പലം, ഇവിടെ കൊടിമരം ഇതെല്ലാം തൊഴുതിട്ട് വേണം പത്മനാഭനെ തൊഴാനുള്ളൊരു അങ്ങനെയാണ് അത്. ആ ശ്ലോകം അങ്ങനെയാണ്. രാമനെ എല്ലാവരെയും കണ്ടിട്ട് വേണം പത്മനാഭനെ തൊഴാൻ. ഈ യോഗാനിദ്രഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉറങ്ങുന്ന പോലെ നടിക്കുന്നതിനാണ് യോഗാനിദ്ര എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉറക്കം നടിക്കും. അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കും. നല്ല ഉറക്കമാണെങ്കിൽ നമുക്ക് ഇതൊന്നും അറിയാൻ സാധിക്കില്ല. അതുപോലത്തെ ഒരു ശയനമാണ് ഭഗവാന്റെ അതൊരു ലീലയാണ്. ഈ യോഗാനിദ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ്. അദ്ദേഹം ഉറങ്ങിയാൽ പിന്നെ ലോകമേ ഇല്ല. അപ്പോൾ അദ്ദേഹം അരക്കണ്ണ് തുറന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ് അലസ്യമായിട്ട്. ശ്രീ ഭഗവാന്റെ അനുഗ്രഹം തിരിച്ചറിഞ്ഞത് വന്ന് നമ്മൾ അതിനകത്ത് കയറിയത് തന്നെ അതൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കരുതുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടല്ല നമ്മൾ കയറിയത്. നമ്മുടെ പൂർവികർ, അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ചെയ്ത ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗ്യം അതിനകത്ത് കയറാനും അദ്ദേഹത്തിനെ പൂജിക്കാനും കുളിപ്പിക്കാനും അദ്ദേഹത്തിനെ ഊറ്റാനും ഒക്കെ കിട്ടിയ ഭാഗ്യം. അത് പറഞ്ഞു തീർക്കാനുള്ളതല്ല. ഇപ്പോൾ പോവാറുണ്ട്. വേറെ ഒരിടത്ത് പോയില്ലെങ്കിൽ പോയി ശിവലിപ്രിയയിൽ 4-5 പ്രദക്ഷിണം വയ്ക്കും. പിന്നെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേക നിയമമുണ്ട്. പെരിയാമ്പിയായിട്ട് പിരിഞ്ഞു പോയാൽ അവിടെ മണ്ഡപത്തിൽ കയറുമ്പോൾ ആറ് പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കാണിക്ക എഴുതണം. അവർ വെള്ളിത്തട്ട വയ്ക്കുക, അതിൽ കാണിക്ക എഴുതണം. പിന്നെ നമുക്ക് പ്രസാദം തമ്പുരാനെ കൊടുക്കണ പോലെ നടുനടയിൽ പ്രസാദം കൊടുക്കണം. അത് ഇപ്പോൾ ഇരിക്കുന്ന മേൽശാന്തി തന്നെ കൊടുക്കണം. ഇങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ന് അവരെ ഉപദ്രവിക്കാൻ പോകാറില്ല. എന്തെങ്കിലും നാട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പോവുകയോ, ഇപ്പം ഞാൻ ഗസ്റ്റ് വന്നപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോയി അവരെ വഴി നിർത്തിയിട്ട് ഞാൻ കയറി തോത് കാണിക്കുകയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അല്ലാതെ ദിവസവും പോയാൽ അവർക്ക് ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നമുക്കൊരു സമയം അറിയാം. അവിടുത്തെ പായസ നൈവേദ്യം കഴിഞ്ഞ് അവിടുത്തെ തമ്പുരാൻ്റെ കല്യാണത്തൊക്കെ കഴിഞ്ഞ് ആ സമയത്തിൽ നമ്മൾ കയറി തൊഴുതിട്ട് വരും. അതുപോലെ ഓണം പോലെ ഒരു പ്രത്യേകത എല്ലാവർക്കും പിള്ളേർക്കും വിഷു കണി കാണിക്കുക, ഭഗവാനെ ഈ കണി വയ്ക്കുക, പിന്നെ എല്ലാവർക്കും വിഷു കൈ നീട്ട കൊടുക്കുക, ഇതൊക്കെയാണ്. അത് ഇവിടെ ഉണ്ട്. തമ്പുരാനും ഇങ്ങനെ മേൽശാന്തിമാർക്ക് വിഷു കൈ നീട്ട കൊടുക്കാറുണ്ട്. അത് മണ്ഡപത്തിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹം തൊഴുത് വഴി പോകുന്ന അവസരത്തിൽ, നരസിംഹസ്വാമി കോവിലിൽ തൊഴാൻ പോകുന്ന അവസരത്തിൽ ആ തൊട്ടിലിൻ്റെ അവിടെ വെച്ച് നമുക്ക് വിഷു കഴിഞ്ഞിട്ട് തരും. ഇതിൽ ചുരുക്കം പറഞ്ഞാൽ നമ്പി സ്ഥാനം വലിയ സ്ഥാനമാണ്. പത്മനാഭൻ വലിയ സ്വാമി ഭഗവാനാണ്. എന്നാൽ ഭഗവാന്മാരിൽ വലുത് ചെറുതെന്ന് ഞാൻ കാണുന്നില്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴാണ് പുതിയതങ്ങൾക്ക് ദർശനത്തിന് അതിന് കൂടുതൽ അവകാശം കിട്ടണത്. അന്ന് ചുറ്റുപാടിലുള്ളവർ കുറേ പേര് വരും. അല്ലാതെ ബാക്കി ദിവസങ്ങളിൽ നൈവേദ്യം 36 പര ഒരു നേരത്തിൽ 36 വരെ നൈവേദ്യമുണ്ട്. അതിനുള്ള സമയമാണ് കൂടുതൽ. അപ്പം പിന്നെ
8 മംഗല്യം പാൽപ്പായസം, 2 പറയുടെ മഞ്ഞപ്പൊങ്കൽ, ഇതൊക്കെ ഉണ്ടാക്കി അന്ന് നിവേദിക്കാനുള്ള സമയങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഭഗവാൻ ഇവരുടെ രാജാക്കന്മാരുടെ കുടുംബ ഭഗവാൻ എന്നാണ് അന്ന് കേൾവി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നമ്പിയായിരുന്ന ആൾ വഴി പോയി പണി ചെയ്യണമെന്ന് പറയുമ്പോഴേ അയാൾ ദാരിദ്ര്യം കൊണ്ടുപോകണമെന്നാണ് അതിൻ്റെ അർത്ഥം കണ്ടെത്തിയത്. അപ്പോൾ അതിനെ അന്ന് എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ പിരിഞ്ഞു പോയ പെരിയ നമ്പിക്ക് കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണ അവസാന കാലം വരെ ഇവിടെ മരിക്കുകയാണെങ്കിൽ പട്ട് കച്ചവരെ കൊടുക്കണമെന്നാണ് അവരുടെ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഈ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, മറ്റേ യാതൊന്നും ആനുകൂല്യങ്ങളില്ല. വൈകുണ്ഠനാഥനല്ലേ, യാതൊരു കുറവുമില്ല. ഇഷ്ടംപോലെ രാജാക്കന്മാർ പണ്ടത്തെ അവർക്ക് ഇപ്പോൾ പറയുന്ന അവർ ഇപ്പോൾ ഈ ഇടയ്ക്ക് എല്ലാം കടത്തി കൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞാണ് ഈ കേസ് വരാനേ കാരണം. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. അവർക്ക് അന്ന് കടത്തി കൊണ്ട് പോകണമെങ്കിൽ ഇവിടെ കൊണ്ടിടേണ്ട ആവശ്യമില്ല. അവർക്ക് കവടിയാറിലോ ഇല്ലെങ്കിൽ ഇവിടുത്തെ വലിയ കൊട്ടാരത്തിലോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ എവിടെ വേണമെങ്കിൽ ഈ കലാകാരകൾ ഉണ്ടാക്കി ഇടാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവരങ്ങനെ ചെയ്തില്ല. അവർ പറയപ്പെടുന്നത് ഇപ്പം നമ്മുടെ അറിവനുസരിച്ച് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 500 വർഷത്തിന് മുമ്പുള്ള ഇത് പറയുകയാണെങ്കിൽ അന്ന് അദ്ദേഹം സ്വന്തം രാജ്യത്തിന് ഭഗവാനെ അർപ്പിച്ച് ദാസനായതായിരുന്നു. പത്മനാഭദാസനായതാണ്. അവർക്ക് ഇപ്പോഴും ആ പത്മനാഭദാസൻ എന്നിട്ടാലേ അവരുടെ ഒപ്പിനെ വരികയുള്ളൂ. അപ്പോൾ പിന്നെ അവർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ട്? സ്വത്തിൽ വന്ന് ഇതുപോലത്തെ ഒരു തിരുപ്പതി പറഞ്ഞുകൊണ്ട് തിരുപ്പതിയാണെന്ന്, തിരുപ്പതി ഭക്തേതങ്ങൾ കൊടുത്തതാണ്, കാണികയായിട്ട് കൊടുത്തതാണ്. ഇത് അതല്ല, രാജാക്കന്മാർ അവരുടെ കുടുംബ ഭഗവാൻ എന്ന് പറഞ്ഞ് വാരി തട്ടി കൊടുത്തതാണ്. അവർക്ക് അന്നും അവിടെ കൊണ്ടുപോയിടായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല. ഇപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ യാതൊരു ഇതില്ല. അവരും നമുക്ക് അവരുടെ അടുത്ത് വലിയ താല്പര്യമായിരുന്നു. അവർക്ക് ഇങ്ങോട്ട് അതുപോലെ നല്ല സ്നേഹമായിരുന്നു. ഇപ്പോഴും അത് കാണുമ്പോൾ കുശലാന്വേഷിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ തൊഴാൻ പോകുമ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം പണ്ടാണെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്ന് പറയും. ഇപ്പം നമ്മളെ അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ നിന്ന് ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് അവർ നമ്മളെ കണ്ട് സംസാരിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റിൽ ഇവിടെ കീശാന്തി ആയിട്ടാണ് സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 94 ശ്രീകണ്ഠേശ്വരത്തിൽ മേൽശാന്തിയായിട്ട് കയറി. അവിടെ 5 കൊല്ലം മേൽശാന്തിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പത്മനാഭൻ്റെ അവിടെ പോയി കീശാന്തിയായി 2 വർഷം സേവനം അനുഷ്ഠിച്ചപ്പോൾ ഇവിടെ മേൽശാന്തിക്ക് ആളില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അപേക്ഷ കൊടുത്ത് കയറിയത്. അവിടെ നിന്ന് പെരിയ നമ്പിയായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇല്ലത്തിൽ ഇപ്പോൾ നമ്മുടെ ഇല്ലത്തിൽ വന്ന് എൻ്റെ മൂത്ത സഹോദരൻ ഇവിടെ തിരുവമ്പാടിയിൽ നമ്പിയായിട്ട് ഒരു 4 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പം 82 വയസ്സായി. വീട്ടിൽ നവരാത്രി, അനന്തവ്രതം ഇതൊക്കെ ഉണ്ട്. അത് വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൻ പരിപാലിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഒരു സഹോദരൻ ഇവിടെ കുറച്ച് ദിവസം തിരുവമ്പാടി നമ്പിയായിരുന്നു. പിന്നെ അകത്തെ നമ്പിയായി, പെരിയ നമ്പിയായില്ല, പഞ്ചാനമ്പിയായിട്ട് തന്നെ പിരിഞ്ഞു. അവനെ ഇവിടെ ജോലിക്ക് കയറിയില്ല. ഇതിനു വേണ്ടി ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. മക്കൾ 3 പേര്. അതിൽ മൂത്തവൻ എൻ്റെ ഈ തൊഴിലിൽ തന്നെ പോകുന്നുണ്ട്. രണ്ടാമത്തവനും മണി ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഭാര്യ വന്ന് പിന്നെ ഒരു മോള് അവിടെ പത്മനാഭസ്വാമി കോവിലിൽ ജോലി ചെയ്യുന്നുണ്ട്.
कालातिवर्ति च वपूर्वचसाम् अगम्यं श्रीपद्मनाभकलये तव सुप्रभातम्।